ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മൊബൈലിൽ ബട്ടണിൽ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾക്കിപ്പോൾ അറിയാം, ഐഫോൺ ഈയിടെയായിട്ട് ബട്ടണിൽ രണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്ന്, അവരുടെ മ്യൂട്ട് സ്വിച്ച് ഉണ്ട്. അത് നോർമലായിട്ട് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ആക്കാനായിരുന്നു. അങ്ങനെ എന്താ പറയുക, സൈലൻ്റ് ആക്കാനും സൈലൻ്റ് മാറ്റാനും സാധിക്കുന്ന ഒരു ബട്ടണായിരുന്നു മ്യൂട്ട് സ്വിച്ച്. അത് മാറ്റിയിട്ട് ആക്ഷൻ ബട്ടൺ എന്ന പേരിൽ അവരൊരു പുതിയ ബട്ടൺ കൊണ്ടുവന്നു. അതിൽ ഈ പറയുന്ന മ്യൂട്ട് ഓപ്ഷൻ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ അതിൽ മറ്റുള്ള 9ഓളം ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റായിട്ട് വന്നതിൽ ഈ ആക്ഷൻ ബട്ടൺ തന്നെ പകൽ ഒരു ആക്ഷനും അതുപോലെ തന്നെ രാത്രിയിൽ മറ്റൊരു ആക്ഷൻ അല്ലെങ്കിൽ മറ്റൊരു ഫംഗ്ഷനും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ്. അതുപോലെ തന്നെ iPhone 16 ഇറങ്ങിയ സമയത്ത് അവർ ക്യാപ്ചർ ബട്ടൺ, നമ്മൾക്ക് ബട്ടൺ തന്നെ പറയാം, അവർ ക്യാമറ കൺട്രോളെന്നോ വേറെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഓക്കെ. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പും കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മൊബൈൽ ഫോണിൻ്റെ തുടക്കം ടാറ്റ ഇൻഡിക്കോമിൻ്റെ ഒരു CDMA ഫോണായിരുന്നു. അതായിരുന്നു ആദ്യം വീട്ടിൽ വാങ്ങിയിരുന്ന ഫോണ്. പിന്നെ നോക്കിയയുടെ സാധാ കീപാഡ് ഫോണിൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോയിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോണാണ് സിംബിയൻ ഫോൺസുകൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സിംബിയൻ ഫോണുകളിൽ നല്ലൊരു ബട്ടൺ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് സിംബിയൻ ഫോൺ, എൻ്റെ സ്വന്തമായിട്ടുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ 7610, ഏകദേശം ഈ മാങ്ങാണ്ടി ടൈപ്പിലുള്ള ഒരു ഫോണില്ലേ, അതായിരുന്നു. പിന്നെ ഉപയോഗിച്ചിരുന്ന ഫോണാണ് 6630. ഇതാണ് ആ ഫോണ്. വീട്ടിലുണ്ട്, നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഇമേജ് കാണിച്ചിടാം. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കീ ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പെൻസിൽ കീ ഉണ്ട്. ഈ പെൻസിൽ കീൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, നമ്മൾക്ക് ടെക്സ്റ്റൊക്കെ കോപ്പി ചെയ്യുമ്പോൾ ഞെക്കി പിടിച്ചിട്ട് മുകളിൽ ആരോ കീസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാനും കോപ്പി, കട്ട്, പേസ്റ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. പിന്നെ എക്സ്റ്റേണൽ ആയിട്ട് ചില ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ പെൻസിൽ കീനെ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. അപ്പം എനിക്ക് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഏറ്റവും കൂടുതൽ മിസ്സിങ് ആയിട്ട് തോന്നിയതും ഈ ഒരു കീയുടെ അഭാവമാണ്. നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ, ഇപ്പം നമ്മളെ ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഗൂഗിളിൻ്റെ കീബോർഡ് ആണെങ്കിൽ സ്പേസ് ബാർ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ അക്ഷരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ അതിൻ്റെ കഴ്സർ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേങ്കിൽ ടാബ്ലറ്റിൽ ഉള്ളതുപോലെ നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിലും എളുപ്പമല്ല. അത് പ്രത്യേകിച്ച് സെലക്ട് ചെയ്ത് പിന്നീട് അവിടുന്ന് നാവിഗേഷൻ കീസ് ഓൺ സ്ക്രീനിലുണ്ടാവും, അത് വെച്ച് ഇങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പം ഈ ഒരു പെൻസിൽ കീ പോലത്തെ ഒരു ഫംഗ്ഷൻ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ കൊടുത്തിരുന്നെങ്കിൽ കട്ട്, കോപ്പി, പേസ്റ്റൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇനിയിപ്പം ആപ്പിൾ ഇങ്ങനെ കീസ് ഇറക്കാൻ തുടങ്ങിയതുകൊണ്ട് എന്തായാലും നമ്മൾ റിയൽമിയും മറ്റുള്ള എല്ലാ ഫോണുകളും വീണ്ടും പഴയതുപോലെ തന്നെ എക്സ്ട്രാ കീസുകൾ ഫോണിൽ കൊണ്ടുവരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കീബോർഡിൽ ഷിഫ്റ്റ് കീ ഇല്ലേ, നമ്മൾ സാധാരണ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷിഫ്റ്റ് കീ, ആ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കഴ്സർ എവിടെയാണുള്ളത് അവിടുന്ന് നമ്മൾക്ക് ഈ സ്പേസ് ബാർ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നെങ്കിൽ വളരെ നന്നാകുമായിരുന്നു. പക്ഷേ അവരതൊന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സിംബിയൻ ഫോണുകളല്ല. പിന്നെ രണ്ടാമത് അതിനുശേഷം ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോണാണ് N70 എന്ന് പറയുന്നത്, നോക്കിയയുടെ. ഇതെല്ലാം ഒരു എന്താ പറയുക, നൊസ്റ്റാൾജിയാണ്. ഈ ഫോണിലും നമ്മൾക്ക് ഇതിൻ്റെ ബട്ടൺ ശരിക്കും ഉപയോഗിച്ചാൽ തീർത്തിയാണ്, അത്രയും ഹാർഡായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ബട്ടൺ കേട്ടോ. ഒറിജിനൽ ബട്ടൺ എന്തോ കംപ്ലൈൻറ്റ് ആയതിനു ശേഷം ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിയിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തം പോയത്. പക്ഷേങ്കിൽ എന്താ പറയുക, ഈ ഡ്യൂപ്ലിക്കേറ്റ് ബട്ടൺ അങ്ങനെ കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് പോകും. ഇതിൻ്റെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ബട്ടണാണ്, അതുകൊണ്ട് ഇത് അങ്ങനെ പോയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ നിങ്ങൾക്കറിയാം, പഴയ നോക്കിയ ഫോണുകളൊക്കെ ഈ ബോഡി കവർ മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ബോഡി കവർ മാറ്റുമ്പോൾ നമുക്ക് പുതുതായിട്ട് അവരെന്ത് ചെയ്യാം, ഇതിൻ്റെ ഒപ്പം ഒരു കീപാഡ് നമുക്ക് തരും. കീപാഡ് വേറെ തന്നെ ഒരു റബ്ബർ ബുഷിലെ കീപാഡ് നമുക്ക് കിട്ടും. പക്ഷേ ആ കീപാഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അത്ര കംഫർട്ട് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ബോഡി മാറ്റുന്ന സമയത്ത് ഈ പറയുന്ന കീപാഡ് നമ്മൾ മാറ്റാറില്ല, ഓക്കെ. അപ്പം ഈ രീതിയിൽ പുതുതായിട്ടുള്ള ആൻഡ്രോയിഡ് ഫോണുകളിൽ പുതിയ കീ വരട്ടെ. ഇതുപോലെ തന്നെ ടെക്സ്റ്റ് കോപ്പി എഡിറ്റിംഗ് ഒക്കെ നമുക്കൊന്ന് എളുപ്പമാക്കി തട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഗൂഗിൾ കീബോർഡിൽ നമുക്ക് ക്ലിപ്പ് ബോർഡ് ഓപ്ഷൻ വരുന്നുണ്ടെങ്കിലും ഒരിക്കൽ പേസ്റ്റ് ചെയ്യുമ്പോഴും അത് വീണ്ടും മാഞ്ഞു പോകും. പിന്നീട് ആദ്യം ക്ലിപ്പ് ബോർഡ് ടച്ച് ചെയ്ത് അതിൽ നിന്ന് ഓപ്പൺ ചെയ്ത് വീണ്ടും പേസ്റ്റ് ചെയ്യണം. അപ്പം നമ്മളിപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ടാഗ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പം ഒരു വേർഡ് സെലക്ട് ചെയ്തു, അതിൻ്റെ അപ്പുറം ഇന്നായിട്ട് ഇങ്ങനെ ടാഗ് കൊടുക്കുമല്ലോ, ടാഗ് അല്ലെങ്കിൽ കമൻറ്റിൽ ഇങ്ങനെ കൊടുക്കുമല്ലോ. അപ്പോൾ ഒരുപാട് പ്രാവശ്യം അങ്ങനെ കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല, കാരണം ഇത് ഓരോ പ്രാവശ്യം എടുത്തുകൊണ്ടിരിക്കണം. കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് Ctrl+V അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണുകളിലും ഇത്തരത്തിൽ കീ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഫോണാണ് നോക്കിയയുടെ ഈ ഒരു ഫോണ്. മച്ചമ്പുറത്തായിരുന്നു, തപ്പിക്കണ്ടുപിടിച്ചെടുത്തതാണ്. എൻ്റെ നാട്ടിലെ
എൻ്റെ ഒരു ഗ്രാമമാണ്, വലിയ അങ്ങനത്തെ ഇതൊന്നുമല്ല. എന്നിരുന്നാലും എൻ്റെ നാട്ടിലെ എല്ലാ ആൾക്കാരും സാധാരണ നോക്കിയായിട്ട് 1110 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇതെൻ്റെ ഫോണല്ല, ഇത് എൻ്റെ ഒരു നമ്മുടെ നാട്ടിൽ കട നടത്തിയിരുന്ന ഒരാളുടെ ഫോണാണ്. അപ്പോൾ ഈ ഫോണ് അയാളെ കടയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി തരും. അപ്പം ഈ ഫോൺ ഉപയോഗിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാലം അയാളെ കടയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഹോളിഡേയ്സിലൊക്കെ ഈ ഫോൺ നമുക്ക് തരും. അപ്പം ഇതിൻ്റെ പ്രത്യേകത വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞെട്ടും. നിങ്ങളെ ഇതിൻ്റെ മോഡൽ നമ്പർ പറഞ്ഞുതരാം. ഇതിൻ്റെ മോഡൽ നമ്പർ നോക്കിയ NHL9 ആണ്. ഓക്കെ, ഫിൻലാൻഡിൽ ഉണ്ടാക്കിയാണ്. ചിലപ്പോൾ ഇന്ന് ബാറ്ററി ഇട്ട് കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫീച്ചർ ഞാൻ പറഞ്ഞുതരാം. ഈ കീസിൻ്റെ കാര്യം പറഞ്ഞോട്ടെ. ഇന്നോവേഷൻസ് എന്ന് പറയുന്ന പോലെ കീസ് നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ സെൻറ്ററിൽ വരുന്ന ജോയ്സ്റ്റിക്കാണ്. ഇത് ഗെയിം കളിക്കാനൊക്കെ വളരെ ഉപകാരമാണ്. ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി പിടിച്ച് കളിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ സാധാരണ കീപാഡ് വരും, മുകളിൽ കൺട്രോൾസ് ഉണ്ട്. പിന്നെ ഒരു സെറ്റപ്പ് കാണിച്ചു തരാം. കണ്ടോ എങ്ങനെയുണ്ട്? ആ സമയത്ത് നോക്കിയ ഏകദേശം എനിക്കൊന്ന് 2003, 2004, 2005 ആണെന്ന് തോന്നുന്നു. ആ സമയത്താണ് തോന്നുന്നത്. ഏകദേശം ആ ഒരു 4, 5, 6 ആ സമയത്താണ് ഈ ഫോണ് ഉള്ളത്. അവർ ആ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ടെക്നോളജി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ടൈപ്പ് ചെയ്യാം. നമ്മൾ സാധാരണ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് കളിക്കാം. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും ഇതിൻ്റെ ഫോൺ മെമ്മറി എന്ന് പറയുന്നത് ആകെ കൂടി ഒരു 5 or 6 MB മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ഇതിലായിരുന്നു എനിക്ക് ഫസ്റ്റായിട്ട് ബ്ലൂടൂത്ത് കിട്ടിയത്, ഇൻഫ്രാറെഡ് കിട്ടിയത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്യാമറ ഒക്കെ കിട്ടിയത് ഫസ്റ്റ് ഈ ഫോണിലാണ്. അപ്പം ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫോണാണിത്. അതുപോലെ തന്നെ കണക്ടിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഇതിൽ ഇൻഫ്രാറെഡ് ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് കാണാം, ഈ കറുത്തൊരു പോർട്ടാണ് ഇൻഫ്രാറെഡ്. അതിൽ നമ്മൾ സാധാരണ ഫയൽ അയക്കുമ്പോൾ ആ ഒരു പോർട്ടിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കണം. അപ്പോൾ അന്ന് ഇറങ്ങുന്ന സോണി എറിക്സണൊക്കെ ഇതിനെക്കാട്ടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോണായിരുന്നു. അതായത് അതിൽ MP3 ഫോർമാറ്റിൽ പാട്ടൊക്കെ സപ്പോർട്ട് ചെയ്യും. ഞാനൊക്കെ കഷ്ടപ്പെട്ട് ബ്ലൂടൂത്തൊക്കെ ഓണാക്കി അല്ലെങ്കിൽ ഇൻഫ്രാറെഡൊക്കെ ഓണാക്കിയിട്ട് ഇതിൽ പാട്ട് കയറ്റിയിട്ട് പ്ലേ ചെയ്യാൻ നോക്കുമ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇതിൽ .AMR എന്ന് പറയുന്ന ആ പഴയ റെക്കോർഡിംഗ് ഇല്ലേ, അത് മാത്രം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ പാട്ട് അങ്ങനെയായിരുന്നു സേവ് ചെയ്ത് വെച്ചത്. അതായത് ഇതിൽ റേഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പം റേഡിയോ വഴി നമുക്ക് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരാൾ ഫോണിൽ നിന്ന് പാട്ട് വെച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യും. അല്ലാതെ പിന്നെ റെക്കോർഡ് ചെയ്യുന്ന വെച്ചാൽ അന്നേരം കോളർ ട്യൂൺ ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് കോളർ ട്യൂൺ കേൾക്കാൻ വേണ്ടി പറ്റും. അതിൽ അധികം ആൾക്കാർ ഇറങ്ങുന്ന പാട്ടിടാറുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നമ്മൾക്ക് ഈ പുറത്തുനിന്ന് റേഡിയോയിൽ നിന്നും മറ്റുള്ള ഫോണിൽ നിന്നൊക്കെ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ചെറുപ്പുണ്ടാവും, ക്ലിയർ ഉണ്ടാവില്ല. പക്ഷേ ഈ പറയുന്ന കോളർ ട്യൂൺ റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുമ്പോൾ നല്ല ക്ലിയറാണ്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ ഈ കോളർ ട്യൂൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം വിളിക്കും. അതൊക്കെ ഒരു കാലം. അപ്പം പറഞ്ഞു വന്നത് ഈ ബട്ടൺസിൻ്റെ കാര്യമാണ്. അങ്ങനെ പല ഇന്നോവേഷൻസും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഫോൾഡിങ് ഫോൺ വന്നു, പിന്നെ ബട്ടൻ്റെ കാര്യം എന്താ പറയുക, ബട്ടൺ നമുക്ക് അത്ര ആവശ്യം വരുന്നില്ല. കാരണം തുറന്ന് വെച്ച് ഇപ്പം 3 മടക്കുന്ന ഫോൺ ഹുവായിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും നമുക്ക് പ്രശ്നം വരുന്നില്ല. ഞാൻ പറഞ്ഞ സാധാരണ ഒറ്റ സ്ക്രീൻ വരുന്ന ഫോണുകളിൽ ആകെ ഒരു ചെറിയ സ്പേസാണ് നമ്മൾ കീബോർഡിന് കിട്ടുന്നത്. സാധാരണ ആൾക്കാർക്കും ഇപ്പം ചാറ്റ് ചെയ്യുന്നവർക്കൊന്നും യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നും വേണ്ട, അവർക്ക് സുഖമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേങ്കിൽ എന്നെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഫോണുകൾ കുറച്ച് അധികം ഉപയോഗിക്കുന്ന ആൾക്കാർ, എന്തെങ്കിലും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇതുപോലെ യൂട്യൂബിൽ ടാഗ് ചെയ്യുന്ന ആൾക്കാർ, ചില ആൾക്കാർ ഫോൺ ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഫോണിൽ വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എനിക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാം, എക്സാം ആപ്ലിക്കേഷൻ. അതേപോലുള്ള ആപ്ലിക്കേഷനുകൾ ചെയ്യുന്ന ആൾക്കാർക്കും ഈ കോപ്പി പേസ്റ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. ഇത് പറയുമ്പോൾ ഓരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. ജസ്റ്റ് ഒരിക്കൽ പ്രസ് ചെയ്താൽ സെലക്ട് ആവും. അല്ലെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചറും കൂടി കൊടുക്കുകയാണെങ്കിൽ എല്ലാം, അതായത് ഒരു ബട്ടൺ കൊടുത്ത് ഒരു കാര്യത്തിന് മാത്രം സെറ്റ് ചെയ്യാതെ ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുകയായിരുന്നെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐഫോണിലുണ്ട്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണുകളിലും അത്തരം ഓപ്ഷൻ കൊടുക്കുകയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ടെക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനും ചർച്ച ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു ടെക്കിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളെ കോൾമി ഷാസമെല്ലാം പോലെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നോക്കട്ടെ നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണ്. അതുപോലെ തന്നെ കാഴ്ചക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.